അവരാരും തന്നെ അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഇദ്ദേഹം ഇത് പറയുന്ന സമയം അത് കേട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള നേതാക്കന്മാരും സ്ത്രീകളടക്കമുള്ളവർ അവിടെ ഇരിപ്പുണ്ട്. അവരാരും തന്നെ അത് കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ളപ്പോൾ അത് മൊത്തത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയിലെ കുറേ അധികം പേരുടെ അഭിപ്രായം, ഒരിക്കലും എല്ലാവരുടെ അഭിപ്രായമാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും അങ്ങനെ കോൺഗ്രസ്സിലെല്ലാവരും എല്ലാവരെയും അപമാനിക്കുന്ന സ്വഭാവമാണെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ പല അവസരങ്ങളിൽ പല പരാമർശങ്ങളും നടത്തിയിട്ടുള്ളതായിട്ട് ഇപ്പം പുറത്ത് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ, കാരണം ഞങ്ങൾ ആരെയും അപമാനിക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല, അപമാനിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും ഞങ്ങൾ ആരെയും ഒരു പ്രസംഗത്തിലും ഞങ്ങൾ ആരെയും വ്യക്തിഹത്യൊന്നും നടത്താറില്ല. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഖേദം പ്രകടിപ്പിച്ചാൽ തീരുന്ന കാര്യമൊന്നുമല്ല ഇത്. കാരണം നാളെ ഒരു സ്ത്രീയുടെ നേരെയും, നാളെ ഏത് പ്രസ്ഥാനത്തിൽ ഒരു സ്ത്രീ ഉയർന്നു വരുമ്പോഴും അല്ലെങ്കിൽ അവരെ ഉയർത്തി പൊതുസമൂഹത്തിലേക്ക് ആ പ്രസ്ഥാനം നിർത്തുമ്പോഴും ആർക്കെതിരെയും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപം അനുവദിക്കാൻ കഴിയുന്നതല്ല. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശവും ഉള്ളവരാണ്. അത് കാൻഡിഡേറ്റ് ആയാലും വീട്ടിലിരിക്കുന്ന സ്ത്രീ ആണെങ്കിലും ഏത് ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിലും അവർക്കെല്ലാം ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ സംരക്ഷണവും അവകാശവും ഉള്ളതാണ്. ഇത്തരം മ്ലേച്ഛമായ വാചകങ്ങൾ ഉപയോഗിച്ച് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ഖേദം പ്രകടിപ്പിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും എന്ന് കരുതുന്നില്ല. ഇത്തരത്തിൽ ഒരു കാര്യവും ആവർത്തിക്കപ്പെടാൻ പാടില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തിഹത്യയോ വ്യക്തിപരമായ പരാമർശമോ അധിക്ഷേപമോ നടത്തരുതെന്നാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി മണ്ഡലം സെക്രട്ടറി പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷനടുത്ത് കൃത്യമായ പരാതികൾ കൊടുക്കും, പോലീസിൽ പരാതിപ്പെടും. എല്ലാ അർത്ഥത്തിലും അത് സർവ്വസജ്ജമായിട്ട് പാർട്ടി തന്നെ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ്.